കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപദാസ് മുൻഷിക്കെതിരെ സംസ്ഥാന കോൺഗ്രസിൽ പടയൊരുക്കം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് പ്രതിനിധികളോട് മുൻ KPC അധ്യക്ഷന്മാർ അടക്കം കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ദീപദാസിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചതായാണ് വിവരം. ദീപദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്ന K. സുധാകരന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കൂടുതൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. KPCC നേതൃമാറ്റം സംബന്ധിച്ച തർക്കങ്ങളും അവ്യക്തതയും നീക്കാൻ രാഹുൽ നേരിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K. മുരളീധരൻ തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയാൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നിലപാട് അറിയിച്ചിരുന്നു. ഒപ്പം അധ്യക്ഷനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ദീപദാസ് മുൻഷി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ആധികാരികതയിലും മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചതായാണ് വിവരം. അധ്യക്ഷമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദീപദാസിന്റെ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവ് നേരിട്ടിടപെടൽ നടത്തിയതും മുതിർന്ന നേതാക്കൾ മല്ലികാർജുന ഖാർഗെ അതൃപ്തി അറിയിച്ചതായാണ് സൂചന. സംഘടന സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുമ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തുടർച്ചയായി തലസ്ഥാന നഗരിയിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിൽ മാത്രമേ താമസിക്കൂവെന്ന ശാഠ്യം പിടിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും ദേശീയ നേതൃത്വത്തോട് നേതാക്കൾ തുറന്നടിച്ചു. K. സുധാകരനെ മാറ്റുന്നതിനേക്കാൾ ഏറെ നേതൃത്വത്തെ വെട്ടിലാക്കിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരം ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണെന്നും മുതിർന്ന നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. ദീപദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്ന് K. സുധാകരൻ തുറന്നു പറഞ്ഞതിനു പിന്നാലെയാണ് കൂടുതൽ നേതാക്കളുടെ പ്രതികരണമെന്നതും ഏറെ ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം.